ഹേ ഗൈസ്, നിങ്ങൾ ഈ കഴിഞ്ഞ വ്ളോഗിൽ ഞാനൊരു തിരുവനന്തപുരത്ത് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോയതാണ് കണ്ടിട്ടുണ്ടാവുക. അതിൽ വെറും 2 ദിവസത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയും 2 ദിവസത്തെ കാര്യങ്ങൾ വരാനുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിലിടാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ഹേ ലോകമെമ്പാടുള്ള എല്ലാ യൂട്യൂബ് യൂണിവേഴ്സിറ്റി ക്രെഡിറ്റ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് 2ാം ദിവസമായി. 2ാമത്തെ ദിവസത്തിൽ എൻ്റെ കോലം കണ്ടില്ലേ, ഇതാണ് കോലം. ഇവിടെ സൈൻ ഔട്ട് ചെയ്തിട്ട് വേറെ സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഹോസ്റ്റൽ ചിലപ്പോൾ ചേഞ്ച് ആവാന്ന്. അങ്ങനെ വന്നപ്പോൾ സൈൻ ഔട്ട് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ വന്ന് വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. വെക്കേറ്റ് ചെയ്ത് പുതിയ റൂമിലാണ് വന്നത്. മറ്റേത് പഴയ റൂം, അത് ഹോസ്റ്റൽ 1, ഇതിപ്പോൾ ഹോസ്റ്റൽ 2. ഇവിടെ നമുക്ക് 4 പേരില്ല, 3 പേഴ്സൺ ഷെയറിംഗ് ആണ്. ഞങ്ങൾ 3 പേര്. ഇതിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇത് ബാത്റൂം കുളിക്കാൻ പറ്റില്ല. കുളിക്കാനായിട്ട് ഇപ്പുറത്ത് വേറെ സ്ഥലമുണ്ട്. ഞാൻ റെഡി, ദത്തൻ റെഡി, ബാക്കിയുള്ളവരും റെഡി. എനിക്ക് ബസ് കയറി നമ്മൾ ബൈക്കുമാണ് ആൻഡ് പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി മെല്ലെ ഓഫ് ടു മറ്റേ മാർബൽ സിറ്റീസ് കോളേജ്. ഓക്കെ, ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയില്ല. ഇന്നത്തെ ഇനോഗ്രേഷൻ പരിപാടി കഴിഞ്ഞു. ഇനി കാര്യമായിട്ടാണ് പരിപാടി, ഫുൾ ടെക്നിക്കൽ പേപ്പർ പ്രസൻറ്റേഷൻസ് ഓൺലി. അങ്ങനെ അപ്പോൾ നമ്മുടെ സൂര്യമോളെയും പിള്ളേരെയും ബാക്കിയുള്ള ഗ്യാങ്ങിനെയും കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അവിടെ പോവാം. പിള്ളേരൊക്കെ ബസ്സിൽ കയറി പോയിരുന്നുണ്ട്, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടാലോ. രാവിലെ ഹായ് പറഞ്ഞു പോയതാണ്. സംഭവം ബ്ലോഗ് എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായില്ല. ഫുള്ള് ടോക്കും കാര്യങ്ങളൊക്കെ. ഞാൻ അവിടെ നല്ല ഉറക്കമായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോഴാണ് ഇനി കൾച്ചറൽ തുടങ്ങാൻ പോകുന്നത്. കൾച്ചർ എന്ന് പറയുന്നത് പല ടൈപ്പ് ഡാൻസ് ഫോംസ് ഒക്കെ ചേർന്നിട്ടൊരു കൾച്ചറൽ ഫെസ്റ്റാണ് സംഭവം. ഇപ്പോൾ അവരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ LED സ്ക്രീനിങ് കാര്യങ്ങൾക്ക് ഓഫ് ചെയ്തിട്ടേക്കാം. ബ്ലാക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ടേക്കാം. സോ പലതരം ഇപ്പോൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി അങ്ങനെ കുറേ ടീംസ് സാധനങ്ങൾ പറഞ്ഞു. ബംഗാൾ അങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞു. അത്യാവശ്യം ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നിട്ട് കാണാം. നമ്മുടെ ഇന്നത്തെ ഏകദേശം ഈ കൾച്ചർ പരിപാടി കഴിഞ്ഞ് ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഈ വ്ളോഗ് ചിലപ്പോൾ ഇത് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇന്നത്തോടെ ഉള്ളൂ ഈ കൾച്ചറൽ ഫെസ്റ്റ്. ഇന്നത്തോടെ ഉള്ളൂ. നാളത്തോടെ എല്ലാം വൈകിട്ട്. നാളെ 4 മണിക്ക് പരിപാടി അവസാനിക്കും.
ഫുഡ് ഫുഡ് അതിനേക്കാൾ ഉപരി പറയാനുള്ളത് മോനെ വിഷയം കലാമണ്ഡലത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞില്ലേ, ഇന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ അത് തന്നെ ധാരാളം. 1.5 മണിക്കൂർ പോയതറിഞ്ഞില്ല. 1.5 മണിക്കൂർ നോൺ സ്റ്റോപ്പ് പല കലാരൂപങ്ങൾ, അതായത് കേരളം മാത്രമല്ല പാൻ ഇന്ത്യ, കേരളം മുതൽ അങ്ങ് മുകളിൽ കാശ്മീർ വരെയുള്ള ഒട്ടുമിക്ക കലാരൂപങ്ങളും ഞാൻ കാണാത്ത, പേര് പോലും കേൾക്കാത്ത കുറേ കലാരൂപങ്ങൾ വരെ ഉണ്ട്. അതിൻ്റെ വരെ ലൈവായിട്ട് പഞ്ചാബികളുടെ ഡാൻസ് വരെ ഫുൾ ടീം സെറ്റായിട്ട് കളിക്കണ്ടായിരുന്നു. ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അത് വേറെ വശം. പിന്നെ സമയം പോകാറില്ല, കിട്ടു പരിപാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. എന്താ പറയുക, ഞാനത് ഫുൾ ഒരു ഒരു അവർ കളിച്ച ഒരു പരിപാടി പോലും മിസ്സാക്കാണ്ട് കംപ്ലീറ്റ് എടുക്കാൻ പറ്റില്ല, ഡ്യൂറേഷൻ കൂടും. അത് കണക്കിലെടുത്തുകൊണ്ട് ഓരോ പരിപാടികളിലും 1.5 മിനിറ്റ് വെച്ചിട്ട് എൻജോയ് ചെയ്യാന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനോട് ചേർക്കുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഇന്നത്തോടുകൂടി കൾച്ചറൽ ഫെസ്റ്റ് തീർന്നു, കൾച്ചറൽ പരിപാടി തീർന്നു. നാളത്തെ ഒരു ദിവസം ലാസ്റ്റാണ്. അപ്പോൾ നാളത്തെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരിപാടി തന്നെ തീർന്നു. അപ്പോൾ എല്ലാവരും പല വഴിക്ക് പരിപാടിക്ക് അങ്ങനെയാവും. ഇപ്പം ഇനി നമ്മളിവിടുത്തെ ഫുഡ് അടിയും കഴിഞ്ഞ് ഫുഡ് നൈസ് ഫുഡ്, പൊറോട്ട ലൈവായിട്ടാണ് ഉണ്ടാക്കണം പൊറോട്ട. പിന്നെ അങ്ങനെ കുറേ പരിപാടി സാധനങ്ങൾ. ഫുഡ് അടിപൊളിയായിരുന്നു. ഫുഡ് പറയാനൊന്നുമില്ല, 10 out of 10. അപ്പോൾ തിരിച്ചെല്ലാവരും റൂമിൽ പോകാൻ നിൽക്കുക. അപ്പോൾ ഞാനും പോവാണ്. ബാക്കി റൂമിലെത്തിയിട്ട് പറയാം. ബൈ. ഹേ ഗായ്സ്, അപ്പോൾ ഇത് 3-ാമത്തെ ദിവസത്തെ വ്ളോഗാണ്. നമ്മൾ 2-ാം ദിവസത്തിലെന്ന് വെച്ചാൽ ഞാൻ മൊത്തം പേപ്പർ പ്രസൻറ്റേഷനൊക്കെ പോലെയായിരുന്നു. ബട്ട് എല്ലാവരും ഇരുന്ന് ഉറങ്ങുക, ഞാനടക്കിരുന്ന് ഉറങ്ങുമായിരുന്നു. വൈകുന്നേരത്തെ പരിപാടി പറയാണ്ടിരിക്കാൻ വയ്യ. ഇറ്റ് വാസ് എ സൂപ്പർ പെർഫോമൻസ്. അവർക്ക് മറ്റേ കലാമണ്ഡലം ടീം കുറേ ആൾക്കാരുണ്ട്. അവരിപ്പം മറ്റേ വോളണ്ടിയേഴ്സ് കൂടിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്താ പറയുക, അപ്പോൾ അങ്ങനെ 2-ാം ദിവസം കഴിഞ്ഞു. അതോടെ കൾച്ചറലും തീർന്നു. ഇനി ദിസ് ഈസ് ദ ലാസ്റ്റ് ഡേ. ആൻഡ് ഇന്നത്തോടെ ഈ APJ അബ്ദുൽ കലാം നടത്തുന്ന, അതായത് യൂണിവേഴ്സിറ്റി നടത്തുന്ന KT യൂണിവേഴ്സിറ്റി നടത്തുന്ന ETS 2025 സമാപിക്കുകയാണ്. സോ 9 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് പോസ്റ്റർ വർക്കും കാര്യങ്ങളും അതൊക്കെ ചെയ്യണം. പിന്നെ ഒരു അഭിമാനം എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത വർക്ക് അവിടെ ഡിസ്പ്ലേയിൽ ഇടുമ്പോൾ അതൊരു സന്തോഷം. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ രാവിലെ ഫുഡ് അവിടെ നിന്നാണ്, ഉച്ചയ്ക്ക് ഫുഡ് അവിടെ നിന്നാണ്. അത് കഴിഞ്ഞാൽ ചായ ഉണ്ട്. ചായ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിരിയും, എല്ലാവരും പല വഴിക്ക് പോകും. ആൻഡ് അതോടെ പരിപാടി അവസാനിക്കും. ചെക്കൗട്ട് ചെയ്യാനായിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി മെല്ലെ ഇതൊക്കെ എടുത്തിട്ട് റൂമിൽ ലോക്ക് ചെയ്ത് കീ കൊടുത്ത് നമ്മൾ നേരെ പരിപാടി കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടുത്തെ പോയിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ കാണാം. പിന്നെ പിള്ളേരൊക്കെ എല്ലാവരും ഇന്നത്തോടെ ഉണ്ടാവുള്ളൂ. അത് പിന്നെ എല്ലാവരും അവരുടെ വഴിക്ക് പോകും. പിന്നെന്താ, ഞാൻ സത്യം പറഞ്ഞ പരിപാടി 3 ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇങ്ങനത്തെ ഒക്കെ പരിപാടികൾ ശരിക്കും പോകുമ്പോഴാണ് പുതിയ കണക്ഷൻസ്, പുതിയ ഇൻട്രാക്ഷൻസ് കിട്ടുള്ളത്. ഇപ്പോൾ കിട്ടുന്ന കണക്ഷൻസ് പിന്നീട് നമുക്ക് ഉപകാരപ്പെടും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ വന്നപ്പോൾ എൻ്റെ KTനുള്ള കുറേ ആൾക്കാരായിട്ട് കമ്പനി, അവരായിട്ട് ഭയങ്കര കമ്പനി. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യണം. സോ ഞങ്ങൾ തീർക്കട്ടെ, ലോക്ക് ചെയ്തിട്ട് പോവാണ് കേട്ടോ. ബൈ.
ഹേയ് ഗൈസ്, അപ്പോൾ നമ്മൾ to receive the സാധനം certificate. കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബൈ ദ വൈ നമ്മുടെ പരിപാടികളൊക്കെ തീർന്നു. ഇപ്പോൾ വാലിഡേറ്ററി ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഈ കിട്ടേണ്ട സാധനം കിട്ടി, സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രിസിയേഷൻ I invite our Vice Chancellor to ഇവിടെ നിന്ന് please 6:30 ബസ് ഉണ്ട്. ആ give ബസ് the കയറിയിട്ട് certificate. നേരെ തമ്പാനൂർ സ്റ്റേഷനിൽ പോയി അവിടെ പോസ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ബസ് വരുന്നുണ്ട്. ബസ് വരുമ്പോൾ അതിൽ കയറി നേരെ തൃശ്ശൂർക്ക്, ഓഫ് തൃശ്ശൂർ. എന്തായാലും പുലർച്ചെ 2 മണിക്ക് എത്തുമ്പോൾ. സോ അതോടുകൂടിയിട്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അതിൻ്റെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അങ്ങനെ 3 ദിവസം അടിപൊളിയായിട്ട് പോയി. ഇനി അടുത്തൊരു പരിപാടി വിളിക്കുമ്പോൾ വരും. എന്തായാലും വിളിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം എനിക്കത് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ സോ ബേസിക്കലി പരിപാടി ഉഷാറായിരുന്നു. ഇനി ബാക്കി പിള്ളേരോട് ചോദിക്കട്ടെ. ഓക്കെ, അപ്പോൾ അതോടെ ഞാൻ വിട്ടത് ഗൈസ്. അപ്പോൾ വീട്ടിൽ വരാൻ കാണാം. അപ്പോൾ ആ കാര്യത്തിൽ വിളിച്ച ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പറയണ്ടല്ലോ ബെല്ലിക്കൂടി അങ്ങനെ തട്ടേക്ക്. പിന്നെ പുതിയ ഭാഗം വീണ്ടും വരുന്നതായിരിക്കും. ചെയ്യാനുള്ള പരിശ്രമമൊക്കെ ഡിലേ നന്നായിട്ട് വന്നു. ഒരു 1 ഇയറിൻ്റെ ഡിലേ വന്നു. അതൊന്ന് കുറക്കണം. ഇപ്പോൾ ഇതിലൊക്കെ പരിപാടിയൊക്കെ ഒപ്പിച്ച് കിട്ടുമ്പോൾ റോളൊക്കെ നോക്കാം, നോക്കാം. ഓക്കെ, പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആകപ്പെടെ വേണ്ട ഷോർട്സ് ആണ്. എനിക്ക് നേരം പോകേണ്ട അപ്പോൾ റിലാക്സ്.